എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഹരിത, അഡ്മിൻ അറ്റ് സീബൈ. ഇന്നിപ്പം നമ്മളിവിടെ വന്നു കൂടിയിരിക്കുന്നത് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ഫിസിക്കൽ മീറ്റിങ്ങിലേക്കാണ്. സീബൈ ഫിൻടെക് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഇതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കുന്നതിനായി സീബൈയുടെ ഒഫീഷ്യൽ ട്രെയിനറായിട്ടുള്ള ഡാനി സാറിനെ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഡാനി സാറിനെ വെൽക്കം ചെയ്യാം. ഓക്കെ, താങ്ക് യു. വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന നമ്മുടെ കമ്പനിയുടെ ഈ പ്രസന്റേഷൻ പ്ലാനിലേക്ക് പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫീൽഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിംഗ് മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് നേരിട്ട് എത്തിക്കൊണ്ട് ഓരോ കമ്പനിയുടെയും പ്രൊഡക്റ്റുകളെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ആ പ്രസന്റേഷനിലൂടെ ഓരോ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും, അതുപോലെ തന്നെ ഇന്ന് ലോകത്തിൽ തന്നെ മറ്റൊരു ശക്തമായ മേഖലയാണ് ഇ കോമേഴ്സ് ബിസിനസ്. അത്തരത്തിലുള്ള ഇ കോമേഴ്സ് ബിസിനസ്, അതായത് ഓൺലൈനിലൂടെയുള്ള വ്യാപാരം എന്നുള്ള രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സും കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ കാണുന്ന റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ മേഖലയെ കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ്സാണ് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ മേഡം പറഞ്ഞതുപോലെ 1956 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹെഡ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത്. 3 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ജനങ്ങളിലേക്ക് കൂടുതലായും എത്തിക്കുവാനും സാധിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. സീബൈയുടെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകളൊക്കെ വന്നിട്ടുള്ള കാലങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള കുറച്ച് മാസങ്ങളാണ് ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഓരോ വ്യക്തികളിലേക്കും നമുക്ക് ഇടപഴകാനോ എത്തിച്ചേരുവാനുമുള്ള സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ ഇന്ന് എന്താണോ ലോകത്തിന് ആവശ്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ള രീതിയിലേക്ക് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റുകളും നമ്മുടെ സർവീസുകളും. ഇതിൻ്റെ ഉദ്ദേശം, കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഓരോ വ്യക്തികളും സീബൈ എന്ന നമ്മുടെ ഈ കമ്പനിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കുക, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാക്കി മാറ്റുക. അതിലുപരി അങ്ങനെ വളർന്നു വരുന്ന ഓരോ വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്പനി ഗ്ലോബൽ ലീഡറായി മാറുക എന്നുള്ളതാണ്. ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറുക എന്നതുകൂടിയാണ് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, കമ്പനി ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, ഇ കോമേഴ്സ് ബിസിനസ് ഉണ്ട്, റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബിസിനസ്സുകളും ഇന്ന് നിലവിൽ കമ്പനി ചെയ്തു വരുന്നത്. ഇത് കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇതിനെ സാധ്യമാക്കിയിട്ടുള്ള നമ്മുടെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ലൈജു കെ ജോർജ് അവറാണ്. ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നമാണ് ഓരോ വ്യക്തികളെയും ഉന്നതിയിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നവരെയും കൂടി വളരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതുപോലെ തന്നെയാണ് കമ്പനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പനി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലീഗൽ പ്രോസസ്സിങ്ങിലൂടെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ഒരുപക്ഷെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കമ്പനിയാണ് സീബൈ ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ കമ്പനിയുടെ പ്ലാൻ വെച്ച് രജിസ്റ്റർ ചെയ്ത് അതിന് റെക്കഗ്നേഷൻ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് സീബൈ. ഓക്കെ, ഇത് നമുക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് പരിചയപ്പെടാം. കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട്, നമുക്കറിയാം, ഏതൊരു ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റിലേക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഇറങ്ങുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി
വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഇറങ്ങുകയും ഇത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കമ്പനി നമുക്ക് മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോലുള്ള കുറേ ടീമുകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നതും സെറ്റ് ചെയ്യുന്നത്. അത് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കറിയാം, പരസ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ടോ വീഡിയോ നമുക്ക് TV-കളിലോ മറ്റു മാധ്യമങ്ങളിലോ ഒക്കെ പരസ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യാനുള്ള അവസരം ഇന്ന് വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇത്രയൊന്നും ടാസ്ക് ഇല്ലാതെ അല്ലെങ്കിൽ ഇത്രയൊന്നും ടെൻഷനുകളില്ലാതെ നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. എന്നിട്ട് പോലും കമ്പനി ഈ രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പേരിലേക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് കമ്പനി ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള ഒരു സിസ്റ്റം സെലക്ട് ചെയ്തതും തിരഞ്ഞെടുത്തത്. അപ്പോൾ കമ്പനി കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ഇൻപേ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷനുകൾ നമുക്കിന്ന് അറിയാം. മൊബൈൽ എന്ന് നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലങ്ങളിലാണ് നമുക്ക് കുറച്ച് കാലങ്ങൾ ഏകദേശം ഒരു 10 വർഷത്തിൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആപ്ലിക്കേഷൻ എന്ന പേരുകളിലേക്ക് കടന്നു. അന്നൊക്കെ മൊബൈലുകളായിരുന്നു, വെറും വിളിക്കുവാനും സംസാരിക്കുവാനുമുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപാധി എന്ന നിലയിലായിരുന്നു മൊബൈലുകളെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതല്ല. നമ്മൾക്ക് ലോകത്തെ മുഴുവനും അറിയുവാനും ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും നമ്മുടെ വിരൽത്തുമ്പുകളിൽ നിയന്ത്രിക്കുവാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മിനി കമ്പ്യൂട്ടറാണ് നമ്മുടെ കൈകളിൽ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഈ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള iOS ഒക്കെയുള്ള ഫോണുകൾ എന്നൊക്കെ പറയും. ഏതായാലും അത്തരത്തിൽ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സർവീസ് എന്ന് പറയുന്നത് ഇൻപേയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ന് മറ്റ് UPI ആപ്പുകൾ നടത്തുന്ന എല്ലാ സർവീസുകളും നമുക്ക് ഇൻപേ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നടത്താൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇന്ന് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസുകൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ്. ഇൻപേയിലൂടെ നമുക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകളായ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അതുപോലെ ഓക്കെ മൊബൈൽ റീചാർജുകൾ, DTH റീചാർജുകൾ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇന്ന് നിലവിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇത്തരം ഒരു ആപ്ലിക്കേഷനിലൂടെ നല്ല രീതിയിലൊരു ഇൻകം കൂടി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് CBI നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻപേ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ ബിൽ പേയ്മെന്റുകളോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജുകളോ DTH റീചാർജുകളോ ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ മറ്റേതെങ്കിലും UPI ആപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റീചാർജിങ് ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഷോപ്പുകളിലൂടെയോ മൊബൈൽ ഷോപ്പുകളിലൂടെയോ ഒക്കെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കിതിൽ നിന്നും പ്രത്യേകിച്ച് വരുമാനമോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ബെനിഫിറ്റുകളോ ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഇൻപേ എന്ന ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും നല്ല ബെനിഫിറ്റുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻപേ എന്ന പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അത് നമുക്ക് കമ്പനിയിലേക്ക് 999 രൂപ ഒരു അഡ്വാൻസ് എമൗണ്ട് എന്നുള്ള രീതിയിൽ 999 രൂപ അടച്ചുകൊണ്ട് നമുക്ക് ഈ ഇൻപേ ആപ്ലിക്കേഷനെ നമുക്ക് നമ്മുടെ മൊബൈലുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പനി കൊടുക്കുന്ന ഒരു ക്യാഷ് ബാക്ക് ഓഫറാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള 1200 രൂപ റീചാർജ് ചെയ്യാനുള്ള എമൗണ്ട് തുക നമ്മുടെ ഇൻപേയുടെ ആപ്ലിക്കേഷനിലേക്ക് തന്നെ, ഇൻപേയുടെ വാലറ്റിലേക്ക് തന്നെ വീണ്ടും തിരിച്ച് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി ഇപ്പോൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 999 രൂപ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ 999 രൂപ കൊടുത്താണ് ഇത് വാങ്ങുന്നത്. എങ്കിലും 999 രൂപ ഒരു 3 മാസത്തെ റീചാർജിന്റെ തുക എന്ന രീതിയിലേക്ക് നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ 3 മാസം നമ്മൾ 300 രൂപ 299 രൂപ 300 രൂപ വെച്ചൊക്കെ റീചാർജ് ചെയ്യുന്ന ആൾക്കാരാണ് ഏവറേജ് എല്ലാവരും ഏകദേശം ഒരു 90% ആൾക്കാരും കരുതുക. അത്തരത്തിൽ ഒരു 3 മാസത്തെ റീചാർജിന്റെ തുക നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് കരുതിയാൽ പോലും നമുക്ക് ഒരു വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്നത് 1200 രൂപയാണ്. 201 രൂപയോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പാക്കേജാണ് നമുക്ക് മുന്നിൽ കമ്പനി ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്.
ഓക്കെ, ഇതിൽ എങ്ങനെയൊക്കെയാണ് 1200 രൂപ ക്യാഷ് ബാക്കായി നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. 6 മാസത്തെ റീചാർജ് തുക 200 രൂപയായിട്ടും അല്ലെങ്കിൽ 4 മാസത്തെ റീചാർജ് തുക 300 രൂപയായോ നമുക്ക് ലഭിക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും നമുക്ക് ഇന്ന് നിലവിൽ ഈ സിബൈയിലൂടെ ഒരു ബിസിനസ് പ്രൊമോട്ടറായി വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും 300 രൂപയുടെ 4 മാസത്തെ റീചാർജ് എന്നുള്ളത് ഏതൊക്കെ രീതിയിലാണ് കിട്ടുന്നത് എന്നുള്ളത് കൂടി പറയാം. 3 മാസത്തെ തുടർച്ചയായിട്ടുള്ള തവണകളായി, പിന്നീട് 11 മാസത്തിന് ശേഷമുള്ള ഒരു 300 രൂപയായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് ഒക്ടോബർ 8-ാം തീയതി ഇൻപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദ്യത്തെ 300 രൂപ ക്രെഡിറ്റ് ചെയ്തത് നവംബർ 8-നായിരിക്കും. ആദ്യത്തെ 300 രൂപ നവംബർ 8-ന്, പിന്നീടുള്ളത് ഡിസംബർ 8, പിന്നീട് ജനുവരി 2026 ജനുവരി 8-ന് 300 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഈ രീതിയിൽ 3 മാസത്തെ തുകകൾ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് എപ്പോഴാണ് സെപ്റ്റംബർ ഒക്ടോബറിലെ ഇത് ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് 8 അല്ലേ, ഓഗസ്റ്റ് 8-ഓടുകൂടി അടുത്ത 300 രൂപ നമുക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ 4 തവണകളായി നമുക്ക് 300 രൂപ നമ്മുടെ ഇൻപേ ബാലൻസിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി 999 രൂപ ചെലവഴിച്ച ഒരു വ്യക്തിക്ക് 1200 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ 1200 രൂപ ഇത്രയും ഇടവേളകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്? അതായത് എന്തുകൊണ്ട് 4 തവണകളായി ഒന്നിച്ചു തന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ഇവിടെയുള്ള ഈ ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്, ഈ ഇൻപേ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തുകയും അത് ഉപയോഗിക്കാനും സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതായത് നമുക്ക് 4 മാസം കൊണ്ട് നമ്മൾ തുടർച്ചയായി 300 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ 4 മാസം ഉപയോഗിച്ച ഒരു വ്യക്തി ഇൻപേ ആപ്ലിക്കേഷനിലൂടെ 4 മാസം ഉപയോഗിക്കുകയും പിന്നീട് റീചാർജുകളൊന്നും നടത്താതെ ഈ ഇൻപേ ആപ്ലിക്കേഷനെ ശ്രദ്ധിക്കപ്പെടാതെ കളയുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഉദ്ദേശം ഇൻപേ ആപ്ലിക്കേഷൻ മറ്റേ ആപ്ലിക്കേഷനെ പോലെ തന്നെ പരമാവധി ഉപയോഗിക്കുക, വളരെ സീരിയസ് ആയി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ജനുവരി തുടങ്ങി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരെയുള്ള മറ്റ് മാസങ്ങളിലൊക്കെയും ഈ 300 രൂപ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റീചാർജുകളൊക്കെയും നടത്തുന്നത് നമ്മുടെ ഇൻപേയിലൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഈ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അതിനാണ് ഒരു കാര്യം. മാത്രമല്ല ഇത് എന്തിനാണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനി ഉദ്ദേശിക്കുന്നത് ഇൻപേ എന്ന ഈ ആപ്ലിക്കേഷൻ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷനുകളെയും UPI ആപ്ലിക്കേഷന്റെയും കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനായി മാറണം. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളിലേക്കും ജനങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം എന്നുള്ളത് മാത്രമല്ല, ഇന്ന് നിലവിൽ കമ്പനിയുടെ ഈ ആപ്ലിക്കേഷനെ നമുക്ക് മറ്റ് ഫണ്ട് ട്രാൻസാക്ഷനുകളോ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷനുകളോ ഷോപ്പുകളിലൂടെയുള്ള QR കോഡ് സ്കാനിങ്ങുകളിലൂടെയുള്ള ട്രാൻസാക്ഷനുകളോ ഒന്നും നടത്താനുള്ള അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. RBIയുടെ അണ്ടർ ഇതിന്റെ മോണിറ്ററൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം ഏതൊരു UPI ആപ്ലിക്കേഷനും അത് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ RBIയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഇന്ത്യയിൽ അതിന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു അനുമതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 25,000-നോ 50,000-നോ ഇടയിലുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള നിരീക്ഷണത്തിൽ RBIക്ക് ലഭിക്കുകയും അത്തരത്തിൽ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് കമ്പനിയിലേക്ക് ഒരു അംഗീകാരം, കമ്പനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. RBIയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ സർവീസുകളും നമ്മുടെ ഇൻപേ ആപ്ലിക്കേഷനിലൂടെ ആരംഭിക്കുന്നതാണ്. നമുക്ക് ഫണ്ട് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും, ബാങ്ക് ലിങ്ക് ചെയ്തുകൊണ്ട് ബാങ്കിന്റെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തുകൊണ്ട് ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസാക്ഷനുകൾ നടത്താൻ പറ്റും. അതുപോലെ മറ്റ് QR കോഡ് സ്കാനിങ്ങുകളൊക്കെ നടത്താൻ നമുക്ക് ഷോപ്പിങ്ങുകൾ നടത്താൻ പറ്റും, ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ആപ്ലിക്കേഷനെ മാറ്റുക. അപ്പൊ അതിൽ കൂടുതലും
കൂടുതൽ പേര് ഉപയോഗിപ്പിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നതിലൂടെ, ഇത്തരത്തിലുള്ള ഒരു ഓഫർ കൊടുക്കുന്നതിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് പോവാം. ഇങ്ങനെ കൊടുത്തത് കൊണ്ട് കമ്പനിക്ക് എന്താണ് നേട്ടം, അല്ലെങ്കിൽ കമ്പനിയിലൂടെ ഇത്തരത്തിലൊരു ഒരാൾ ഈ ബിസിനസ്സിൽ കടന്നു വന്നതുകൊണ്ട് എന്തൊക്കെയാണ് നേട്ടം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇവിടെ നമുക്ക് ഞാനിപ്പോ പറഞ്ഞതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇൻപേയുടെ പ്ലാറ്റിനം എന്ന 999 രൂപയുടെ ഒരു പാക്കേജ് എടുക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവസരം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൊബൈൽ റീചാർജുകൾ, DTH റീചാർജ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ഒക്കെ ചെയ്യാം. അതോടൊപ്പം 1200 രൂപയുടെ ക്യാഷ് ബാക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നു. 4 മാസ തവണകളായോ 6 മാസ തവണകളായോ ഉപയോഗിക്കാം. അല്ല, എല്ലാ മാസവും അല്ല. ഇപ്പൊ ഒക്ടോബർ 8-നാണ് ഇന്നാണ് സാർ ആക്റ്റീവ് ആക്കിയത്. നവംബർ 8-ന് സാറിന് വരും. ഡിസംബർ 8-ന് ഉണ്ടാവില്ല, ഗ്യാപ്പ് ഇട്ടു. ഇനി ജനുവരി 8-ന് വരും. ഒന്നിടപെട്ട മാസങ്ങളിൽ നമുക്ക് ഈ 200 രൂപയുടെ പാക്കേജുകൾ ഒരു വർഷം കൊണ്ട്, അതായത് 6 തവണകളായി ഒരു വർഷം കൊണ്ട്, കൃത്യം 6 തവണകളായി ഒരു വർഷം കൊണ്ട് അത് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പ് വരുമ്പോൾ ഈ ഡിസംബർ 8-ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്വന്തം UPI-കളിലൂടെ നമ്മുടെ വാലറ്റുകളിലേക്ക് പണം കയറ്റി നമുക്ക് റീചാർജ് ചെയ്യാം. പിറ്റത്തെ മാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും, അത് ഉപയോഗിക്കാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോ ഇതിന്റെ ഞാൻ പറഞ്ഞതുപോലെ 2 ഓപ്ഷനുകൾ നമുക്ക് കസ്റ്റമർക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഗെറ്റ് ഫോർ മന്ത് മൊബൈൽ റീചാർജ് ഫോർ ജസ്റ്റ് 300 ഈച്ച് എന്ന് പറയുന്നത് പ്ലാറ്റിനം A എന്ന ഓപ്ഷനും, അടുത്തത് 200 രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത് പ്ലാറ്റിനം B എന്ന ഓപ്ഷനുമാണ്. ഇത് നമുക്ക് ഏറ്റവും താഴെയായി, കാരണം നെക്സ്റ്റ് ഇയർ ഓട്ടോ റിന്യൂവൽ എന്ന് കാണാം. ഇതിനൊരു ക്രൈറ്റീരിയ കമ്പനി വെച്ചിട്ടുണ്ട്, അതും പറയാം. അതിന് പുറമെ ഏറ്റവും താഴെയായിട്ടാണ് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ 999 രൂപ ചെലവഴിക്കുന്ന ഒരു വ്യക്തി ഒരു വർഷം കൊണ്ട് 1200 രൂപ തിരിച്ചു വാങ്ങുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും വരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 201 രൂപ ലാഭവുമാണ്. 999 ചെലവഴിക്കുന്നുള്ളൂ, 1200 കിട്ടുന്നു. 201 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. ഇത് മറ്റ് മൊബൈൽ റീചാർജ് ആപ്ലിക്കേഷനുകൾ ഒന്നും കൊടുക്കാതെ ഓഫറാണ്. 201 രൂപ ഒരു വർഷം കൊണ്ട് അവർ പൊതുവെ കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഓരോ മാസം റീചാർജ് ചെയ്യുമ്പോഴും നമുക്ക് 3-4 രൂപ തന്നാൽ പോലും 12 മാസം കൊണ്ട് 48-50 രൂപയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. 5 രൂപ വെച്ച് തന്നാൽ തന്നെ 60 രൂപയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ആരും കൊടുക്കുന്നതുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഓഫർ കൂടിയാണ്. ഇനി മറ്റൊന്ന് ഞാൻ പറഞ്ഞത് 0 ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്, മറ്റൊന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഇയർ ഓട്ടോ റിന്യൂവൽ ആണ്. നെക്സ്റ്റ് ഇയർ ഓട്ടോ റിന്യൂവലിന് കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ എത്രയേ ഉള്ളൂ, ഇൻപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരു വ്യക്തി 999 രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. അദ്ദേഹത്തിന് അടുത്ത വർഷം സെയിം ഡേറ്റിൽ, ഇന്ന് ഒക്ടോബർ 8-നാണ് ഇദ്ദേഹം ചെയ്തത് എങ്കിൽ അദ്ദേഹത്തിന് 2026, ഇത് 2025-ലാണ് ചെയ്തതെങ്കിൽ 2026 ഒക്ടോബർ 8-ന് ഇദ്ദേഹത്തിന്റെ ഇൻപേ ആപ്ലിക്കേഷൻ വീണ്ടും റിന്യൂ ചെയ്യപ്പെടും. ഇത് റിന്യൂവൽ ചെയ്യപ്പെടുന്നതിന് ക്രൈറ്റീരിയ പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1000 രൂപയുടെ റീചാർജുകളോ അല്ലെങ്കിൽ ബിൽ പേയ്മെന്റുകളോ ട്രാൻസാക്ഷനുകൾ എല്ലാ മാസവും, എവരി മന്ത്, എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കണം. എല്ലാ മാസവും ഈ 1000 രൂപയുടെ ട്രാൻസാക്ഷനുകൾ നടത്താൻ വേണ്ടി വലിയൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല കമ്പനി പറഞ്ഞത്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ 2-3 മൊബൈലുകൾ ഉണ്ടാവും. ഒരു മൊബൈലിൽ തന്നെ ഏകദേശം 300 രൂപയുടെ റീചാർജ് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു 3 മൊബൈലെങ്കിലും നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ തന്നെ 900 രൂപ അവിടെയാണ്. ഇനി DTH ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 250 രൂപയുടെ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പ്ലസ് 250 ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇതിനു പുറമെ 2 മാസം കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വരും. ഇലക്ട്രിസിറ്റി ബില്ല് ഏകദേശം ഒരു കുറഞ്ഞ ബില്ലായാൽ പോലും ഏകദേശം ഒരു 350-400 രൂപയെങ്കിലും കൂട്ടാം. ചെറിയൊരു വീടാണെങ്കിൽ പോലും ഒരു 500 രൂപ ആവറേജ് ഉണ്ടാവും. അതുപോലെ വാട്ടർ ബില്ല് ഉണ്ടാവും. ടീച്ചറെ എത്ര ബില്ല് ഒരു മാസത്തെ? 200 വരുന്നുണ്ടോ? വാട്ടർ ബില്ല്
മന്ത്ലി ആണോ? 2 മാസം കൂടുമ്പോ വാട്ടർ ബില്ല് 300. അപ്പൊ ഒരു മാസം 150 എന്നുള്ള രീതിയിൽ കൂട്ടാം. ഇത് അതുപോലെ ഒരു മാസം 250 എന്നുള്ള തോതിൽ കൂട്ടാം. ഓക്കെ. ദെൻ വാട്ടർ ബില്ല്, പിന്നെ ഗ്യാസ് ബില്ല് എല്ലാ മാസവും ഓരോ കുറ്റി 1000 ഉണ്ടല്ലേ? 1000. ഓക്കെ. ഇനി എന്തെങ്കിലും? ഇനി വാഹനമുള്ളവരാണെങ്കിൽ അത് റീചാർജ് ചെയ്യാൻ അതിരിക്കട്ടെ. അതായത് നമ്മുടെ ഫാസ്റ്റ് ടാഗുകൾ റീചാർജ് ചെയ്യുന്ന ഇരിക്കട്ടെ. അത് ബ്രോഡ്ബാൻഡോ അല്ലെങ്കിൽ GTH കുഴപ്പമില്ല, അത് വന്നു. ഓക്കെ. ഇതെല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരിക. 1900, 2400, 2550. കറക്റ്റല്ലേ? നോക്കി കണക്കിൽ ഞാൻ ഭയങ്കര വീക്കാ. അതുകൊണ്ട് കറക്റ്റ് അല്ലേ? 2550 രൂപ ഒരു മാസം. ഇതൊക്കെ പകുതി ആക്കിയതാണ്. ഓക്കെ. 3 വേണ്ട സാറേ, 2500 അപ്പൊ കുറഞ്ഞോട്ടെ, കൂടുതൽ വേണ്ട. 2500 രൂപക്കായാൽ പോലും ഒരു മാസത്തെ ബില്ല് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് മിനിമം നമുക്ക് ഇത്രയെങ്കിലും ആവശ്യമായി വരുന്നുള്ളൂ. ഇത്രയേ വരുന്നുള്ളൂ. ഒരു കസ്റ്റമറോട് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ അടക്കാനുള്ള ബില്ലുകൾ എന്തായാലും അടക്കണം, ചെയ്യുന്നത് എന്തായാലും ചെയ്യണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിനെ ഒന്ന് മാറ്റാൻ മാത്രമേ പറയുന്നുള്ളൂ. ആ പ്ലാറ്റ്ഫോമിനെ ഒന്ന് മാറ്റുക, ഇൻപേയിലൂടെ ചെയ്യുക. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന കാശുകൾ നിങ്ങൾ വ്യത്യാസപ്പെടുത്തേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുവാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു തരുന്നു. അതിന് നമ്മൾ തരുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 201 രൂപ എക്സ്ട്രാ ഒരു വർഷത്തേക്ക് തരുന്നു. ഈ കടയിലേക്ക് ചെയ്യുന്നു. അത് നമ്മളെ സ്വന്തം മൊബൈലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇനി ഇത് നമുക്ക് നമ്മളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? മൊബൈൽ റീചാർജ് അല്ല, ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏത് കണക്ഷനുകളിലേക്കും നമുക്ക് ചെയ്യാം. ഇന്ത്യയിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. കാരണം ഇന്ത്യയിൽ നിന്ന് 4 നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് ചെയ്തു: എയർടെൽ, VI, ജിയോ, BSNL. ഈ 4 പ്രൊവൈഡേഴ്സ് ചെയ്തു. ഈ 4 പ്രൊവൈഡേഴ്സ് ആണ് ഇന്ത്യയിലൊക്കെ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒക്കെ റീചാർജുകൾ അല്ലെങ്കിൽ DTHകളൊക്കെ റീചാർജിങ് നമുക്ക് ഇതിലൂടെ ചെയ്യാം. മറ്റൊരു കാര്യം, നമുക്ക് കറണ്ട് ബില്ല് അടക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലാണ് നിലവിൽ, നമ്മൾ KSEB ആണ്. KSEB ആണ് എങ്കിലും നമുക്ക് തമിഴ്നാട്ടിലുള്ള ബില്ലുകളിൽ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനുകൾ നമുക്കുണ്ട്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഇലക്ട്രിസിറ്റി പ്രൊവൈഡേഴ്സും കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ബോർഡുകളാണ്. ആ ബോർഡുകളൊക്കെ നമുക്ക് നമ്മുടെ ലിസ്റ്റുകളിൽ ലഭ്യമാണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ബില്ലിന് ഇപ്പൊ സാറ് 250 രൂപ 250 അടക്കുകയാണെങ്കിൽ 1 രൂപ. ഇത് ബിസിനസ് പ്രൊമോട്ടർ ആണെങ്കിൽ സാറ് 2500 ആയാലും 10,000 ആയാലും 1 രൂപയാണ്, ഒരു ബില്ലിനാണ്. പെർ ബില്ലിന് ഞാനിപ്പോ KSEBക്ക് എനിക്ക് 2 മാസത്തിലൊരിക്കലാണ് ബില്ല് വരുന്നത്. അതിപ്പോ വന്നിട്ടുണ്ട്. ഞാൻ ഇടക്കിടക്ക് 500 ആയിട്ട് അടച്ചു. ബില്ല് വരുമ്പോ ചിലപ്പോ 2000 അപ്പം ഈ ഓരോ പ്രൈസ് അടക്കുമ്പോൾ ഒരു ബില്ല് തരും. ഓരോ ബില്ലും അല്ലെ, ഓരോ ബില്ലിനും ഓരോ രൂപ. ഞാൻ 2 മാസമാണ് എന്റെ ഇലക്ട്രിസിറ്റി ബില്ല് എല്ലാവർക്കും. അതെ അതെ. ഞാൻ തോന്നുന്നു 500 ആയിരം അടക്കും. ബില്ല് വരുമ്പോ ചിലപ്പോൾ 0 ആയിരിക്കും. മനസ്സിലായി. സാർ അടക്കുന്നത് ഇൻപേയിലൂടെ അടക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അങ്ങനെ ഓഫീസിലേക്ക് നേരിട്ട് ഉണ്ട്. അതെ, സൈറ്റ്. അഡ്വാൻസ് ബില്ല് വരുമ്പോ 0 അല്ലെങ്കിൽ കഴിച്ചിട്ട് ബാക്കി സാറിന് ബില്ല് അടക്കേണ്ടി വരുന്നില്ല. അല്ല, എന്റെ ചോദ്യം അതല്ല. ഞാനിപ്പോ 3 പ്രാവശ്യം അടച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കും ഞാൻ ബില്ല് പൈസ അടക്കുന്നത്. ഓരോ ബാങ്കും നിങ്ങൾ ബൈബാക്ക് ഇത് തരുമോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തരുമോ? അതിന് ഉത്തരം പറയാ സാർ. നമ്മുടെ KSEBയുടെ ഇതെടുത്തു, ഇലക്ട്രിസിറ്റി എന്നുള്ള ഓപ്ഷൻ എടുത്തു. വളരെ ഞാൻ മൊബൈലിൽ കാണിച്ചിടാം. KSEBയുടെ സൈറ്റ് ഇതെടുത്ത് കഴിയുമ്പോ
സാറിന് അവിടെ ഫെച്ചിങ് ബില്ല് എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ഫെച്ചിങ് ബില്ല് എപ്പോഴേ വരുള്ളൂ എന്നാ സാറിന് ബില്ല് ജനറേറ്റ് ആയാലേ വരുള്ളൂ. അപ്പൊ സാറിന്റെ അതിലേക്ക് സാറിന് ഫെച്ചിങ് ബില്ല് വന്നു കഴിയുമ്പോ സാറിന്റെ ആ എമൗണ്ടിന്റെ ആ തുക ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കാണിക്കും, നമ്മുടെ ഇതിൽ കാണിക്കും. അത് സീറോ ആണെങ്കിൽ പിന്നെ സാറിന് അടക്കാനില്ലല്ലോ. ഇല്ല, ഫെച്ച് ബില്ലിലേക്ക് നമുക്ക് അവിടെ അഡ്വാൻസ് ആയിട്ട് അടക്കേണ്ട ഓപ്ഷൻ താഴെയുണ്ടോ? ഇല്ല, ഫെച്ച് ഞാൻ എപ്പോ ചെയ്യുന്ന അപ്പൊ ഇതൊന്നും കൊടുക്കണോ? നമ്മളത് കൊടുക്കണേ. നമ്മുടെ ഫെച്ച് ബില്ല് ആയാലും മാത്രമേ പൈസ കിട്ടൂ. അതെ, നമ്മുടെ ഇൻപേ ആപ്ലിക്കേഷനിലേക്ക് അഡ്വാൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പക്ഷെ സാറി പറഞ്ഞ പോലെ ഒരാൾക്ക് 2000 രൂപ ഇല്ലെങ്കിൽ 4 പൈസ 4 രൂപ കമ്പനി കൊടുക്കണം, നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫെച്ച് ബില്ല് വരുമ്പോ ബില്ല് ഫെച്ച് ബില്ലിന്റെ അവിടെ തന്നെ നേരെ താഴെ ഒരു കാലി സ്ഥലം ഉണ്ടാവും. അവിടെ എന്താ അതെ, അത് മറ്റേ സൈറ്റ്. കാരണം എന്താണോ, അവര് വേറെ കമ്മീഷനുകളൊന്നും നമുക്ക് തരുന്നില്ല, അവർക്ക് പിന്നെ അത് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവർ തന്നെ സെറ്റ് ചെയ്തത്. അതെ അതെ, മനസ്സിലായി. സാറിന് ഇപ്പോ സാറിന് ഇപ്പൊ 2600 വന്നിട്ടുണ്ട്. സാറിന് ഇത് നമ്മുടെ ഇൻപേയിലൂടെ അടക്കാം. ഇൻപേയിലേക്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്തു 2600 രൂപ അടക്കുമ്പോൾ 1 രൂപ നമ്മുടെ ബില്ല് ചില എന്റെ ചേട്ടനാണല്ലോ ഈ ടെക്നോളജി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അടുത്തുള്ള അക്ഷയ പോയി അടക്കുമ്പോൾ ഇങ്ങോട്ട് പിന്നെ അവിടെ ചാർജ് വെറുതെ അനാവശ്യമായി പൈസ നശിപ്പിക്കും. പിണറായിലാണെങ്കിൽ എന്തായാലും 40 രൂപയുടെ ഓട്ടം അവിടത്തേക്കുണ്ട്. തിരിച്ച് നടന്നിട്ട് പോകും. ടെക്നോളജി ഉപയോഗിക്കില്ല. ഓക്കെ, അതെ അതെ അതെ, അത് ക്ലിയർ അല്ലേ? അതാണ് കാരണം നമുക്ക് ഫെച്ച് ബില്ല് എന്ന് പറഞ്ഞ് വരുമ്പോഴാണ്, ഫുൾ ബില്ല് വരുമ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പൊ സാറിന് ഫെച്ച് ബില്ല് കൊടുക്കുമ്പോൾ എത്രയാണ്? ഒരു ബില്ലിന് 1 രൂപ. സാർ ഇപ്പൊ ഏത് പോസ്റ്റിലേക്ക് ഇരിക്കുന്നത്? ഇപ്പൊ ബിസിനസ് പ്രൊമോട്ടർ ആണോ? രണ്ടാണ്. സാർ 3 പേരെ ആയിട്ടുണ്ടെങ്കിൽ സാറ് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ASM ആവും. ഇവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ 1 രൂപയാണെങ്കിൽ ഇവിടെ 1.20 എന്നുണ്ടാവും. 1 രൂപ 20 പൈസയുടെ വ്യത്യാസം. ഇതാണ് ഇതിൽ നമ്മൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു പ്രീമിയം മെമ്പർഷിപ്പ് സിബൈയിലേക്ക് നമുക്ക് കിട്ടുന്നു. 999 രൂപ കൊടുത്ത് ഇൻപേ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പ്രീമിയം മെമ്പർഷിപ്പ് കിട്ടുന്നു. റീപർച്ചേസ് ഡിസ്കൗണ്ട് കിട്ടുവാനുള്ള അവസരം ആരംഭിക്കുന്നു. അതാണ് മറ്റൊരു കാര്യം. റീപർച്ചേസ് ഡിസ്കൗണ്ട് നമ്മുടെ കമ്പനിയുടെ ഷോപ്പുകളിലൂടെ ഒക്കെ ബിസിനസ് നടത്തുമ്പോൾ റീപർച്ചേസ് ഡിസ്കൗണ്ട് കിട്ടുന്നു. അത് ഗ്രോസറി ഐറ്റംസിന് 10% വരെയും പേഴ്സണൽ കെയറിന് 10%, ഹോം കെയറിന് 10% എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നു. ഇത് കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകൾക്കാണ് 10% കിട്ടുന്നത്. മറ്റൊക്കെ അതിന്റെ ഡിഫൻസ് സപ്പോർട്ട്, അതിന്റെ പ്രോഫിറ്റ് എന്നാണ് അപ് ടു 10%. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം നമ്മുടെ ബിസിനസ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാം. എന്താണ് നമ്മൾ ഇതിൽ വന്നതുകൊണ്ട്, നമുക്ക് ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളും ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള രീതിയിലേക്ക് വരുന്നതിന് കാരണം ഒരു എക്സ്ട്രാ ഇൻകം ഉദ്ദേശിച്ച് തന്നെയാണ്. ഒരു വരുമാനം നമുക്ക് ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്ന ഇൻകത്തിലെ ഏറ്റവും ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത് ഇതിനെ റെഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഇൻപേ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനെ അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ പ്രൊഡക്റ്റുകളായിട്ടുള്ള കമ്പനി കുടുംബശ്രീയുമായി ടൈഅപ്പ് ചെയ്തുകൊണ്ടുള്ള കുടുംബശ്രീയുടെ കുറച്ച് പ്രൊഡക്റ്റുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കിറ്റ് ഉണ്ട്. കൂടാതെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് സർക്കുലേഷൻ മസാജർ BSM എന്ന് പറയുന്ന ഒരു മെഷീനുമുണ്ട്. ഈ മെഷീനും അല്ലെങ്കിൽ കമ്പനിയുടെ ഈ ഇൻപേയുടെ ആപ്ലിക്കേഷനും ഇത്തരത്തിലുള്ള 3 പാക്കേജുകൾ കമ്പനിക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ 3 പാക്കേജുകളിൽ ഏതെങ്കിലും ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനിയുടെ ഒരു ബിസിനസ് പ്രൊമോട്ടർ എന്നുള്ള രീതിയിലേക്ക് വരാവുന്നതാണ്. ബിസിനസ് പ്രൊമോട്ടറായി വരാവുന്നതാണ് ഒരു പർച്ചേസിലൂടെ. ഇപ്പൊ നമ്മൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് 999 രൂപയുടെ ഇൻപേ ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ ഒരു ബിസിനസ് പ്രൊമോട്ടറായി നമുക്ക് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. അതിന് പുറമെ കമ്പനി ഇതിനൊരു റെഫറൽ ഇൻകം കൂടി തരുന്നു. ഇതിൽ ബിസിനസ് പ്രൊമോട്ടറായി വന്ന ഒരു വ്യക്തി 999 രൂപയുടെ ഒരു ഇൻപേ ആപ്ലിക്കേഷൻ അവരുടെ ബന്ധത്തിലോ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരു സെയിൽ നടത്താൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് 999 രൂപ കൊടുത്ത് ആക്റ്റീവ് ആകുന്ന ആ സമയത്ത് 500 രൂപ അദ്ദേഹത്തിന് തിരിച്ച് കമ്പനി റഫറൽ ഇൻകമായി കൊടുക്കുന്നു. റഫറൽ ഇൻകം, റഫറൽ ചെയ്യുന്നതിനുള്ള ഇൻകമായി കൊടുക്കുന്നു. ഇതില് 400 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കും 50 രൂപ അദ്ദേഹത്തിന്റെ ഇൻപേയുടെ വാലറ്റിലേക്കും 25 രൂപ TDS ആയും 25 രൂപ സർവീസ് ചാർജായും പോകും. ഇതാണ് 500 രൂപയുടെ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന് ഇന്ന് ഈ സമയത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം ക്രെഡിറ്റ് ചെയ്യും. ഇത് ആക്റ്റീവ് ആകുന്ന അതേ സമയത്ത് തന്നെ കമ്പനി ഇൻപേയുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇൻപേ വാലറ്റിലേക്ക് 50 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിന്നീട് 25 രൂപ TDS ആയിട്ടും 25 രൂപ സർവീസ് ചാർജായിട്ടും. ഇതാണ് കമ്പനി കൊടുക്കുന്ന ആദ്യത്തെ ഇൻകം എന്ന് പറയുന്നത്. ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയി വരുന്ന വ്യക്തി പരിചയപ്പെടുത്തുന്ന ഓരോ സെയിലുകൾക്കും 500 രൂപ റഫറൽ കമ്മീഷൻ എന്ന രീതിയിൽ കൊടുക്കുന്നു. ദെൻ ഇത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഒരു മാസം നമ്മൾ ചെയ്യുന്ന വരുമാനം എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടീം ഡെവലപ്പ് ആകും. അവിടെ റഫറൽ ടീം ക്രിയേറ്റ് ചെയ്യപ്പെടും. റഫറൽ ടീം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു വഴി അല്ലെങ്കിൽ അതിന്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഒരു 3 വ്യക്തികളെയെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ പരിചയപ്പെടുത്തലുകൾക്കും അല്ലെങ്കിൽ ഓരോ സെയിലുകൾക്കും 500 രൂപ വീതം ലഭിക്കുന്നുണ്ട് എന്നറിയാം. എന്നാൽ അടുത്ത ആ വ്യക്തികൾ നമ്മളിലൂടെ വന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തിയുള്ള വ്യക്തികൾ പരിചയപ്പെടുത്തുമ്പോൾ അവരും 3 പേരെ വെച്ച് മിനിമം പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ 9 പേര് സെക്കൻഡ് ലെവൽ എന്നുള്ള രീതിയിലേക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ സെയിൽ ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തികളിൽ നിന്നും 20 രൂപ വീതം വെച്ച് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഒരു കണക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. 9 അല്ല, നിങ്ങൾക്ക് 90, 900 എത്ര വേണമെങ്കിലും ടീമുകൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പോഴൊക്കെയും 20 രൂപ വീതം വെച്ച് ഓരോ സെയിലിനും നമുക്ക് ലഭിക്കും. ഒരു സെയിലിന് നമ്മൾ ഡയറക്റ്റ് ചെയ്തതിന് 500 രൂപ ആദ്യം വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ കൂടെ വന്ന ആളുകൾ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ലെവൽ ഇങ്ങനെയാണ്. തേർഡ് ലെവൽ അത് അതേ രീതിയിൽ അവരും 3 പേരെ വെച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ 27 പേരുണ്ടാവും. 20 രൂപ വെച്ച് കിട്ടും. അങ്ങനെ 81 പേര്, 5, 6, 7, 8, 9, 10. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വിത്ത് മെമ്പേഴ്സ് എത്രയാണോ ആ മെമ്പേഴ്സിന്റെ എല്ലാം കയ്യിൽ നിന്നും 20 രൂപ വീതം വെച്ച് നമുക്ക് ഇത്രയും എമൗണ്ടുകൾ 10 ലെവൽ വരെയുള്ള തുക കിട്ടാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് റഫറൽ ടീം ബോണസ് എന്നുള്ള രീതിയിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഇത് ഒരുപക്ഷെ ഒരു 3 പേരെ വെച്ചാണ് ഓരോരുത്തരും പരിചയപ്പെടുത്തുന്നത് എങ്കിൽ പോലും നമുക്ക് ടോട്ടൽ 17,72,880 രൂപ നേടുവാനുള്ള ഒരവസരം നമുക്കിവിടെ. ഇനി ഇത് ഈ കാൽക്കുലേഷനിൽ വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാം. കമ്പനിയുടെ എല്ലാ ക്രിയേഷനുകളും അല്ലെങ്കിൽ എല്ലാ പ്രൊമോഷനുകളും ആരംഭിക്കുന്നത് 3-ൽ നിന്നും. ഒരു പ്രൊമോഷൻ ആവാൻ വേണ്ടി കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം 3 പേരെയെങ്കിലും അല്ലെങ്കിൽ മിനിമം 3 സെയിലെങ്കിലും അല്ലെങ്കിൽ മിനിമം 3 റെഫറൻസ് എങ്കിലും നിങ്ങൾ ചെയ്യുക എന്നതാണ്. അങ്ങനെ മിനിമം 3 എന്നുള്ള രീതിയിലേക്ക് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ മാത്രമുള്ള ഒരു കണക്കാണിത്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് 3 എന്നുള്ളത് അതിൽ കൂടുതൽ 30, 300 ഒക്കെ ആവാം. ഡയറക്ടർ റഫറൽ അവരൊക്കെയും ഓരോ വ്യക്തികളെ പരിചയപ്പെടുത്തിയാൽ പോലും വളരെ നല്ല രീതിയിലുള്ള ടീം ബോണസുകൾ നേടാൻ ഇതിനേക്കാളും എത്രയോ ഇരട്ടികൾ അൺലിമിറ്റഡ് ആണിത്. എത്ര വേണമെങ്കിലും പരിചയപ്പെടുത്തി ഇൻകം വാങ്ങാനുള്ള അവസരമുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 3ാമത്തെ ഒരു ഇൻകം ആണ് മൈ ടീം ഇൻകം എന്ന് പറയുന്നത്. മൈ ടീം ഇൻകം ഇതൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റമാണ്. ഇതാണ് കമ്പനിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന് തന്നെ പറയാം. മൈ ടീം ഇൻകം. എങ്ങനെയാണ് മൈ ടീം ജനറേറ്റ് ചെയ്യപ്പെടുന്നത്
അത് ഓട്ടോപൂൾ അല്ലേ? ഒരു ഓട്ടോപൂൾ സിസ്റ്റമാണ്. മൈ ടീം എന്ന് പറയുന്നത് ഒരു ഓട്ടോപൂൾ സിസ്റ്റമാണ്. ഈ ഓട്ടോപൂൾ സിസ്റ്റത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും എത്തിപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. ഇന്ത്യയിലെ എവിടെ ബിസിനസ് നടന്നാലും കമ്പനിയിലേക്ക് സീബൈയിലേക്ക് ഒരു വ്യക്തി ഏത് പാക്കേജ് എടുത്ത് വന്നാലും നമുക്ക് 3 പാക്കേജുകൾ, ഈ 3 പാക്കേജിൽ ഏത് പാക്കേജ് എടുത്ത് വരുന്ന വ്യക്തി ആയാലും ശരി, സീബൈ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓട്ടോപൂൾ സിസ്റ്റം ഉണ്ട്. ഈ ഓട്ടോപൂൾ സിസ്റ്റത്തിൽ ഒരു വ്യക്തി ഇവിടെ ബിസിനസ് പ്രൊമോട്ടറായി വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് 3 വ്യക്തികൾ എന്നുള്ള രീതിയിൽ കമ്പനി ഓട്ടോപൂൾ സിസ്റ്റം ജനറേറ്റ് ചെയ്തു. അതായത് ഒരു ഓട്ടോ ഫില്ലിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു മാനിപ്പുലേഷൻ നടക്കില്ല, ഒരു വ്യക്തികൾക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. ഇത് ഓരോ വ്യക്തികളും ബിസിനസ്സിലേക്ക് ഏതൊക്കെ സമയങ്ങളിൽ കടന്നു വരുന്നു അതിനനുസരിച്ച് ഇത് ഫില്ല് ചെയ്യപ്പെടുന്നു എന്നതാണ്. അതിന്റെ ഒരു ചാർട്ടാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ ലെവലിൽ നമുക്ക് 3 പേരാണ്. അതായത് ഞാൻ വന്നു എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ശശിസാർ വന്നു എന്നതാണെങ്കിൽ, അതിൽ അദ്ദേഹത്തിന് വന്നതിന് ശേഷം ഇന്ത്യയിൽ എവിടെയൊക്കെ നടക്കുന്ന ബിസിനസ്സിൽ ഓരോ വ്യക്തികളും കടന്നു വരുമ്പോൾ നമുക്കറിയാതെ ആരൊക്കെയോ നമ്മുടെ ടീമിലേക്ക് ആദ്യത്തെ 3 പേരായി സെറ്റ് ചെയ്യപ്പെടും. ഇനി രണ്ടാമത് വരുന്നത് ആ 3 പേർക്കും 3 പേർ എന്നുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെവൽ ഉണ്ടാവും. ഇനി അതിന് ശേഷം മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളിലേക്ക് വീണ്ടും അത് ഇറങ്ങി ചെല്ലുകയും അവർക്കും 3 പേര് വെച്ച് ഫില്ലാവുകയും അങ്ങനെ 8 ലെവൽ വരെ നമുക്കൊരു ടീം സെറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ 8 ലെവൽ വരെ സെറ്റ് ചെയ്യപ്പെടുന്ന ടീം ഒരു പിരമിഡ് സ്റ്റൈലിലേക്കാണ് സെറ്റ് ചെയ്യപ്പെടുക. 1 2 3 4 5 6 7 1 2 3 4 5 6 7 ഇവിടെ 3 പേരാണെങ്കിൽ ഇവിടെ 9 പേര്, ഇവിടെ 27 പേര്, 81 പേര്, 743. ഇത് ഇങ്ങനെ വൈഡായി പോയിട്ടുണ്ട്. ഇതിൽ ടോട്ടല് നമുക്ക് 9740 മെമ്പേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടും. 9840 ടീമുകൾ അല്ലെങ്കിൽ വ്യക്തികൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പിരമിഡാണ് നമുക്ക് കമ്പനിയിലൂടെ ഓട്ടോപൂൾ സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിൽ കമ്പനികളിലൂടെ നടക്കുന്ന റീപർച്ചേസുകൾ, റീചാർജുകൾ, റഫറലുകൾ, ഇതിലൂടെ ഒക്കെ വരുന്ന ബിസിനസിന്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ഒരു നിശ്ചിത ശതമാനം കമ്പനി ഈ മൈ ടീമിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നു. അപ്പോൾ 9740 പേരും ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ഒരു ചെറിയ ശതമാനമാണെങ്കിൽ പോലും, അതായത് അദ്ദേഹം റീപർച്ചേസ് ചെയ്യുകയോ റീചാർജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഈ വരുന്ന ഈ ടീമിലെ ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴും അവരിൽ നിന്നൊക്കെ 1 രൂപ വീതം വെച്ച് നമ്മുടെ ഈ വ്യക്തിക്ക് കിട്ടുകയാണെങ്കിൽ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് കിട്ടുകയാണെങ്കിൽ 9840 പേരിൽ നിന്നും അദ്ദേഹത്തിന് 1 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം ഒരു മാസത്തെ ഇൻകം എന്ന് പറയുന്നത് 9,740. എന്നാൽ ഈ 1 രൂപക്ക് പകരം അദ്ദേഹത്തിന് കിട്ടുന്നത് 10 രൂപയാണെങ്കിലോ ഇവിടെ നമുക്കൊരു 0 കൂട്ടാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മൈ ടീം എന്നുള്ളത്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതോ അല്ല വരാനുള്ളതോ ആയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്നുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ടീമുകളെ കൊണ്ടുവരികയും അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ വീടുകളിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ പോലും, അതായത് നമുക്കറിയാം നമ്മുടെ നിത്യ ചെലവുകളെ വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലൊരു സിസ്റ്റമാണ് കമ്പനി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ എത്തിപ്പെടാൻ പറ്റും. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു മാസം ഒരു നിശ്ചിത തുക മൈ ടീമിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ വാങ്ങുന്നത് അല്ലെങ്കിൽ അവർ വാങ്ങുന്നത് ഒക്കെ സാധനത്തിന്റെ ഒരു ചെറിയ പെർസെന്റേജ് ആയിരിക്കും. എന്നാൽ ഇത് ടീമുകളൊക്കെ വളർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഷോപ്പുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒക്കെ നടക്കുന്ന ബിസിനസിന്റെ വരുമാനം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത്. പരിപാടി തന്നെയാണ്. അതായത് കള്ളുഷാപ്പിൽ എങ്ങനെയാണോ ഒരു ചെത്തു തൊഴിലാളി കള്ള് വിറ്റ് തന്നെയാണ് ഇതുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വീടുകളിലേക്കും അവർ വാങ്ങുന്ന ആ സാധനത്തിൽ നിന്ന് കിട്ടുന്ന നിശ്ചിത ചെറിയ പെർസെന്റേജുകളൊക്കെ ആണെങ്കിൽ പോലും അത് ഒരുപാട് ആളുകൾ വാങ്ങുന്നു, വലിയൊരു എമൗണ്ടായിട്ട് മാറുന്ന ഒരു സുന്ദരമായ ഒരു
സിസ്റ്റം. അതിലേക്കാണ് ഈ കമ്പനി പോകുന്നത്. പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റീചാർജ് കമ്മീഷനാണ്. ഇവിടെ റീചാർജ് കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു പ്രൊമോഷൻ സ്റ്റേജുകൾ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് പ്രൊമോട്ടറാണ്. ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഒരു ബിസിനസ് പ്രൊമോട്ടർ ആവാൻ എന്ത് ചെയ്യണം സാറേ? 999 രൂപയുടെ ഒരു പാക്കേജ് എടുത്താൽ മാത്രം മതി. ആ പാക്കേജ് എപ്പോൾ ആക്റ്റീവ് ആകുന്നുവോ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് ആക്റ്റീവ് ആക്കി അതിന്റെ KYC ഒക്കെ ചെയ്ത ആ നിമിഷം മുതൽ ഇദ്ദേഹം ബിസിനസ് പ്രൊമോട്ടറായി. ഇതാണ് ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് വന്ന ബിസിനസ് പ്രൊമോട്ടർ 3 സെയിലുകളെങ്കിലും നടത്തിയാൽ, 3 ബിസിനസ് പ്രൊമോട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ, 3 സെയിൽസ് എന്ന് പറയുന്നത് 3 ബിസിനസ് പ്രൊമോട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ അദ്ദേഹം ആരായി മാറും? ASM ആയി മാറും. ASM എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ. ഈ വന്നിട്ടുള്ള ഓരോ ബിസിനസ് പ്രൊമോട്ടേഴ്സിനെയും ആരാക്കി മാറ്റണം? ഓരോ ബിസിനസ് പ്രൊമോട്ടേഴ്സിനെയും ASM ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ A പോയി നമ്മൾ SM സെയിൽസ് മാനേജർ, അസിസ്റ്റന്റ് പോയി സെയിൽസ് മാനേജർ. ഇങ്ങനെ സെയിൽസ് മാനേജറായ ഒരു വ്യക്തി അടുത്തതായി ചെയ്യേണ്ടത് ഈ ASMമാരെ ഒക്കെയും SMമാരാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് മാനേജർ. അതായത് ഓരോ 3 കാൽക്കുലേഷനുകൾക്കും പ്രൊമോഷനാണ്. 3 ബിസിനസ് പ്രൊമോട്ടേഴ്സ് വരുന്ന ഒരു വ്യക്തി ASM ആവുന്നു, 3 ASM ആവുന്ന ഒരു വ്യക്തി SM ആവുന്നു, 3 SM ആവുന്ന ഒരു വ്യക്തി GM ആവുന്നു. ഇതാണ് കമ്പനിയുടെ സിസ്റ്റം. അതുകൊണ്ടാണ് പറഞ്ഞത് കമ്പനിക്ക് 3 എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അപ്പോ ഇത് ഞാൻ നോട്ട് ചെയ്തത് സാർ, അത് ഒരു പഠിത്തം കുറഞ്ഞ വ്യക്തിക്ക് പോലും ഇവിടെ ഒരു ജനറൽ മാനേജർ ഗ്രൂപ്പ് മാനേജർ പൊതുവെ ഒരു കമ്പനിയിൽ പഠിച്ചവർക്ക് മാനേജറും അതിന്റെ മേലെ എത്താൻ പറ്റും. ഗ്രൂപ്പ് മാനേജർ ക്ലർക്കിൽ തന്നെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കര നല്ലൊരു സംഭവം. അതായത് ഗ്രൂപ്പ് മാനേജർ എന്നുള്ളതല്ല സാറേ, ഗ്രൂപ്പ് മാനേജറിൽ നിന്നും അടുത്തതായിട്ട് വരുന്നത് എന്താ? ഡെവലപ്മെന്റ് മാനേജർ. അതിന് വേറൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 4 പേര് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണ്ട. ഗ്രൂപ്പിലുള്ള 4 ഗ്രൂപ്പിലുള്ളവർ ആരെങ്കിലും നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഒക്കെ 4 GM ആയാലും ഇവിടെ ഇതിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. അതായത് DM ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പ്ലാനുകൾ പറയുമ്പോൾ ഇതുവരെ അങ്ങോട്ട് കടന്നിട്ടില്ല. എന്തെങ്കിലും പറയാം, SM വരെയാണ് 3 ASM വരെ അല്ലെങ്കിൽ GM ആവുന്നത് വരെയാണ് 3ന്റെ കാൽക്കുലേഷൻ ചെയ്യണം. ഇനി ഇവിടെ 4 GM-നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ DM ആണ്, ഡെവലപ്മെന്റ് മാനേജർ. അതായത് നമ്മളിലേക്ക് വന്ന 3 പേരെ നമ്മൾ പരിചയപ്പെടുത്തി. പക്ഷെ ഇതിൽ നിന്ന് വന്ന ടീമുകൾ ചിലപ്പോൾ 4 5 കുറെ ടീമുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും GM ആയാലും ക്ലിയർ ആയോ? അതെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ സാറേ? അത് മനസ്സിലായോ? സാലറി അതേ പോകുന്നത്. ഇനി 4 DM എന്നുള്ളത് 4 GM എന്നുള്ളത് 5 DM ആവുമ്പോൾ BM അല്ലേ സാർ? BM ബ്രാഞ്ച് മാനേജർ. ഇനി സോറി ബിസിനസ് അല്ല ഡെവലപ്മെന്റ് മാനേജർ. അപ്പൊ അവിടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പിന്നീട് ബിസിനസ് മാനേജർ എന്നുള്ള രീതിയിൽ വന്നു. ഇനി 6 ബിസിനസ് മാനേജർ, ഇതെല്ലാം കൂടി വരുന്നത് കേട്ടോ. ഇതൊക്കെ മുഴുവൻ ടീമിൽ നിന്ന് വരുന്നതാണ്. 6 ബിസിനസ് മാനേജർ ഒരു ഏരിയ മാനേജറായി. ഇവിടെ നമുക്ക് സാലറി ഏരിയ മാനേജറിന് ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. ഏരിയ പിന്നീട് അതും കഴിഞ്ഞിട്ട് വീണ്ടും ആ സമയത്ത് നടക്കുന്ന ബിസിനസ് പോലെ ഉള്ള സാലറികൾ അത് ഫിക്സ് ചെയ്ത് എമൗണ്ട് പറഞ്ഞില്ല ഇതുവരെ. അത് ആ ലെവലിലേക്ക് എത്തുമ്പോൾ കമ്പനി ആ ലെവലിലേക്ക് എത്തുമ്പോൾ പ്ലാൻ ചെയ്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സാലറി എന്നുള്ള ബേസിലേക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഏരിയ മാനേജർ കഴിയുമ്പോൾ സോണൽ മാനേജർ എന്നുള്ള പോസ്റ്റ്.
ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്താൻ. 8 സോണൽ മാനേജർ ആ എന്നാ 8 സോണൽ മാനേജർ. 8 സോണൽ മാനേജർ. ആ 8 സോണൽ മാനേജർ അല്ല അതൊന്നും SM നമ്മൾ കഴിഞ്ഞു. അതെ അത് ചെയ്തു. ഓക്കെ, അത് കാരണം തന്നോ അതിലേക്ക് നമ്മൾ അധികം കടക്കാത്തത് ഇനി സെറ്റായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും വലിയ പോസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ടുള്ളത് DM ആണ്. സെയിൽസ് കാറ്റഗറി. ബ്രാഞ്ച് അംബാസഡർ. ബ്രാൻഡ് അംബാസഡർ. ഓരോ ബ്രാഞ്ചിനും അംബാസഡേഴ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കൊരു സ്ഥാപനം തന്നാൽ ആ സ്ഥാപനത്തിലുള്ള ബിസിനസ്സിന് എന്തെങ്കിലും പെർസെന്റേജ് കിട്ടും? ഉണ്ട് സാർ. ഇപ്പൊ അഫിലിയേഷൻ അല്ലേ വിളിച്ചത്? അഫിലിയേഷൻ ഉണ്ട്. ഷോപ്പ് അഫിലിയേറ്റ് ചെയ്തു കൊടുക്കുന്ന വ്യക്തിക്കുണ്ട്. അത് വഴിയെ വരാം. ഓക്കെ, അത് ഡിപ്പെൻസ് അപ്പോൺ ബിസിനസ്. അവിടെ പെർസെന്റേജ് അവിടെ നടക്കുന്ന എല്ലാ ബിസിനസ്സും കടകളാക്കിയിട്ട് കടകളുമായി ടൈപ്പ് ചെയ്ത് അതിന്റെ ഒരു ആദ്യ കാൽക്കുലേഷൻ പറയാം. ഇതൊന്ന് ഫുൾ ഇത് ചെയ്യാം. ദെൻ നമുക്ക് ഷോപ്പുകളിലൂടെ ഉള്ള ബിസിനസ്സുകൾക്ക് റീപർച്ചേസ് ഡിസ്കൗണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ് ടു 10% വരെ റീപർച്ചേസ് ഡിസ്കൗണ്ട് കിട്ടുന്നു. കൂടാതെ റീപർച്ചേസ് ഇൻകം എന്ന് പറഞ്ഞൊരു പെർസെന്റേജ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. റീപർച്ചേസ് ഇൻകം നമുക്ക് ലഭിക്കുന്നത് ഒരു ബിസിനസ് പ്രൊമോട്ടറായി അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റുകളിലേക്കുള്ള ആള് ആയാലും ശരി, അദ്ദേഹം വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോഴും അദ്ദേഹത്തിന് 10% റീപർച്ചേസ് ഡിസ്കൗണ്ട് 10% കിട്ടുന്നുണ്ട്. 10% വരെ കിട്ടുന്നുണ്ട് റീപർച്ചേസ് ഡിസ്കൗണ്ട്. അതിനു പുറമെ അദ്ദേഹം വാങ്ങുന്ന ഈ സാധനങ്ങൾക്ക് തന്നെ 10% കൊടുത്ത് വാങ്ങിയ ആ സാധനങ്ങൾക്ക് തന്നെ വേറൊരു ചെറിയൊരു പെർസെന്റേജ് കൂടി കമ്പനി ഈ റീപർച്ചേസ് ഇൻകം എന്നുള്ള ആ ഒരു സ്കീമിലേക്ക് മാറ്റി വെക്കപ്പെടുന്നത്. ഇതാണ് നമുക്ക് തിരിച്ച് മൈ ടീമിലേക്ക് തരുന്നത്. മൈ ടീമിലൂടെ നമുക്ക് ഡിവൈഡ് ചെയ്തു വരുന്നത് ഈ ഒരു 60-20-20 അതൊക്കെ അന്ന് സാർ പറഞ്ഞില്ല. അടുത്ത ബെനിഫിറ്റ് വന്നത് ഷെയർ ഹോൾഡേഴ്സ് ബെനിഫിറ്റ് ആണ്. ഷെയർ ഹോൾഡർ ആവാനുള്ള അവസരമുണ്ട്. നമുക്ക് ഷോപ്പുകൾ തുടങ്ങുവാനോ ഒക്കെയുള്ള ഷെയറുകൾ കമ്പനിയിൽ അടച്ചുകൊണ്ട് ഷോപ്പുകൾ തുടങ്ങാനുള്ള അവസരമുണ്ട്. അതിൽ ടോട്ടൽ നടക്കുന്ന ബിസിനസിന്റെ പെർസെന്റേജുകൾ കിട്ടാനുള്ള അവസരങ്ങളൊക്കെ. ഇതൊക്കെയാണ് കമ്പനിയുടെ കാര്യങ്ങൾ. ഇനി നമ്മുടെ പൊസിഷൻ ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുള്ള എഴുതി കാണിച്ചിട്ടുള്ള പൊസിഷനുകളാണ്. 3 ബിസിനസ് പ്രൊമോട്ടർ നമ്മൾ മൂന്ന് സെയിൽസ് നമ്മൾ ചെയ്യുമ്പോൾ ASM ആവുന്നു. ആ ബിസിനസ് പ്രൊമോട്ടേഴ്സിനെ എല്ലാവരെയും നമ്മൾ ASM ആക്കി മാറ്റുമ്പോൾ നമ്മൾ SM ആവുന്നു. ആ SMമാര് ASMനെയൊക്കെ SM ആക്കുമ്പോൾ നമ്മൾ GM ആവും, ഗ്രൂപ്പ് മാനേജർ. അതുവരെയുള്ള പൊസിഷനുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണിക്കുന്നുള്ളൂ. കൂടുതലുകളൊക്കെ ഇവിടെ എഴുതി. ഏതായാലും ഇത്തരം കാര്യങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് ആണിത്. ഇതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ പറഞ്ഞതാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റുകൾ എന്നുള്ള രീതിയിൽ ഷോപ്പുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ സാർ പറഞ്ഞതുപോലെ ഷോപ്പുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഷോപ്പ് സാറിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഷോപ്പ് ഏത് ഷോപ്പ് സാർ ഒന്ന് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഷോപ്പ് ഐഡിയ ഉണ്ടാവും. അങ്ങനെ ആ ഷോപ്പ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം കണക്ക് പറയാം. സാറിന് ഇപ്പൊ ഒരു ഷോപ്പ് ടൈപ്പ് ചെയ്തു, അതിൽ നിന്നും ഒരു 100 രൂപയുടെ പർച്ചേസ് നടത്തുന്നു. നമ്മുടെ ആരോ പോയി 100 രൂപയുടെ പർച്ചേസ് നടത്തുകയാണെങ്കിൽ അതിൽ നിന്നും 18% GST പോകും. 100 രൂപ കമ്പനിക്ക് കിട്ടുന്നു, പർച്ചേസ് അല്ല, 100 രൂപ ലാഭമായിട്ട് കമ്പനിയിലേക്ക് അവർ കമ്മീഷൻ തരുന്നു, നമുക്ക് തരുന്നു. സാറ് പരിചയപ്പെട്ട ഷോപ്പ് അതിൽ 18% കമ്മീഷനായിട്ട് GST ആകും. അങ്ങനെയാണെങ്കിൽ 82 രൂപ കൂടി ഉണ്ടാവും. ഈ 82 രൂപയിലെ 20% എന്നുള്ളത് ഈ പരിചയപ്പെടുത്തിയ
പരിചയപ്പെടുത്തി, അതായത് അതിൽ നിന്ന് 20% പ്രോഫിറ്റ് എടുത്തു. അല്ല, 20% കമ്പനിയിലേക്ക്. ഈ 82 രൂപയുടെ 20% കമ്പനിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ 16 രൂപ 40 പൈസ പോകും. ഈ 16 രൂപ 40 പൈസയുടെ 20% ഈ പരിചയപ്പെടുത്തിയ വ്യക്തിക്കുള്ളതാണ്. 16-40ന്റെ 20 എന്ന് പറയുന്നത് 3 രൂപ 28 പൈസ എന്നുള്ളത് ഈ വ്യക്തിക്ക് ഉള്ളതാണ്. ഇനി ഇതിനെ നമുക്കിവിടെ 0 കൂട്ടി നോക്കാം, ഇല്ലേ? 164 12 ഒരു 0 കൂട്ടുമ്പോ 320. ഇനി 2 0 കൂട്ടുമ്പോ ഇല്ലേ? അല്ലേ? ഡിപ്പെൻഡ്സ് അപ്പോൺ ബിസിനസ് ആണ്. ഇവിടെ 1000 രൂപ ആ വ്യക്തിയിൽ നിന്നും ആ ഷോപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വരുമാനം 1000 രൂപ കിട്ടുകയാണെങ്കിൽ 32 രൂപ, 10,000 രൂപ കിട്ടുകയാണെങ്കിൽ 328. ഇല്ലേ? അത് ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ഒരു മാസമെങ്കിൽ പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട്. യെസ്, ഇതുപോലെ 5-10 ഷോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വരുമാനം ഏവറേജ് ഒരു 10,000 1 ലക്ഷം രൂപയുടെ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഏവറേജ് നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു 10 ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു 10 ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വരുമാനം ഏകദേശം ഒരു 10-15,000 രൂപ അത് തന്നെ ഉണ്ടാവും. മൊബൈൽ ഷോപ്പ്, മൊബൈൽ എക്സസറി വിൽക്കുന്നു, മൊബൈൽ റീചാർജ്, അങ്ങനത്തെ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാം. അവർക്ക് നല്ല പെർസെന്റേജുകൾ നമ്മളിലേക്ക് തരാൻ പറ്റണം. നിങ്ങൾ എത്ര എനിക്ക് പൈസ തരുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്ക് എന്താ തരാൻ പറ്റുക അത്രയേ ഉള്ളൂ. ഈ മൊബൈലെല്ലാം വിൽക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ റെഡിമെയ്ഡ് ഡ്രസ് മെറ്റീരിയൽ, ഡ്രസ്സ് റെഡിമെയ്ഡൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവർ ഇതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ബിസിനസ്സിലേക്ക് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ ഇതിൽ ചെയ്യുന്നത് അതൊന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് നമ്മളൊരു സജഷൻ വെക്കുകയാണ്. സാർ, നമ്മുടെ ഇത്രയും കസ്റ്റമേഴ്സ് ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ജില്ലയിൽ ഉണ്ട്. നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ നിങ്ങളുടെ ഈ ഷോപ്പിനെ പരിചയപ്പെടും, പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഈ പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കും. പുതുതായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ആവശ്യം വരുമ്പോൾ അവരെ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ റെഡിമെയ്ഡ്സിൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസിനെ കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഉള്ള ഒരു ഇത് കൂടി, അതായത് നമ്മുടെ പോസ്റ്ററും അങ്ങനെയുള്ള ഒക്കെ ഇതിലേക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും. നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അവിടെ കിട്ടുന്ന എല്ലാ സർവീസുകളും എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ അപ്ലോഡ് ചെയ്ത ഈ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഷോപ്പിൽ തന്നെ പോയി അവർ സാധനങ്ങൾ ആവശ്യം. അപ്പൊ അവർക്കൊരു പുതിയ കസ്റ്റമർ ഇതുവരെ അറിയാൻ പോലും ചെയ്യാത്ത ഷോപ്പിനെ കുറിച്ച് അവർക്ക് അറിവായി അവർക്ക് അവർ ആ കസ്റ്റമർ നേരിട്ട് പോകും. അവിടെ പോകുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പോകുന്ന വ്യക്തി. അപ്പോൾ ഒരു ബിസിനസ് പ്രൊമോട്ടറാണ് ഈ വ്യക്തി അവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഷോപ്പുകളിൽ ഒരു QR കോഡ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇൻപേ ആപ്ലിക്കേഷനിലൂടെ അദ്ദേഹത്തിന് ഈ QR കോഡ് വഴി അദ്ദേഹത്തിന് പണം അടക്കാൻ. ഈ പണം അടക്കുന്നത് നമ്മുടെ കമ്പനിയിലെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് എങ്കിൽ അത് സെറ്റിൽമെന്റ് ചെയ്ത്, അതായത് എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് തരാൻ അവരുമായി അഗ്രിമെന്റ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് കഴിച്ചുള്ള ബാക്കി തുക അദ്ദേഹത്തിന് അവരുടെ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു.